ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ ലാസ്റ്റ് ഒരു സെൽ ഓഫ് ആണ് ഉണ്ടായത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് കുറച്ചൊരു എന്താ പറയുക, നമുക്കൊരു ഒരു ബുള്ളിഷ് സൈഡ് വേസ് ടു ബുള്ളിഷ് ആയിരുന്നു. ബട്ട് കുറച്ചൊന്ന് നെഗറ്റീവായിട്ടാണ് ഒരു സെൽ ഓഫ് ഉണ്ടായത്. മാർക്കറ്റ് നമ്മളെപ്പോഴും പറഞ്ഞായിരുന്നു മെയിനായിട്ട് സെൽ ഓഫ് ഉണ്ടെങ്കിൽ തന്നെ അത് മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യാനുള്ള ഒരു ടൈം അല്ല, ഷോർട്ടാക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും ഇന്നലെ പറഞ്ഞു. ബട്ട് നമുക്കിന്ന് ചെറിയ ലാസ്റ്റത്തെ 1 hour ആയിരുന്നു നമുക്ക് സെൽ ഓഫ് ഉണ്ടായത് തന്നെ. ബട്ട് ബാങ്ക് നിഫ്റ്റി അത് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മാർക്കറ്റിന്റെ എങ്ങനെ ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. ആൻഡ് അതോടൊപ്പം നമുക്ക് നാളെ നിഫ്റ്റി എക്സ്പയറിങ് കൂടിയാണ്. അപ്പോൾ എക്സ്പയറിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് കൂടി നോക്കാം. ആൻഡ് FIDA ഡാറ്റ നമുക്ക് പോസിറ്റീവായിട്ടാണ്, കുറച്ചൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നമുക്ക് ഇന്നത്തെ ഇങ്ങനെ ഒരു ഫോൾ ഉണ്ടായിട്ടും FIDA ഡാറ്റ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മാക്സിമം ആ ഒരു സപ്പോർട്ട് എടുക്കാനാണ് ചാൻസ് കൂടുതലും. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാം. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഒന്ന് എപ്പോഴും അടയാളപ്പെടുത്തി ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോഴും നമ്മൾ പറയുന്നത് അത് തന്നെയാണ്, ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ് എപ്പോഴും മീൻസ് മാർക്കറ്റ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞാലും ലെവൽസ് ബ്രേക്ക് ചെയ്താൽ സിൻ മാറും. ബിക്കോസ് നമുക്കൊരിക്കലും മാർക്കറ്റിനെ നമുക്ക് പറയുന്ന രീതിയിൽ തന്നെ വരണമെന്നില്ലല്ലോ. ലെവൽസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ലെവൽസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്താ പറയുക, ഒരു ഫോളോ അല്ലെങ്കിൽ ഒരു ഒരു ബ്രേക്ക് ഔട്ടോ ഒരു റാലിയോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ലെവൽസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത് എപ്പോഴും ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു OA അനാലിസിസ് നടത്താം. എന്നിട്ട് നാളത്തെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി നമുക്ക് എങ്ങനെയാവും എന്നുള്ള ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. നമുക്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് കണ്ടിന്യൂസ് ആ ഫ്ലാറ്റ് മൂവ്മെന്റ് തന്നെയായിരുന്നു. സ്റ്റിൽ ഒരു 2 o'clock, ജസ്റ്റ് 2 o'clockന് മുമ്പ് വരെ നമുക്ക് കറക്റ്റ് ഒരു ഫ്ലാറ്റ് മൂവ്മെന്റ് ആയിരുന്നു, എവിടെയും പോയിട്ടുണ്ടായില്ല. അതിനുശേഷമാണ് ഒന്ന് ഡിമാൻഡ് സോണിലേക്ക് വന്നതും പിന്നെ അവിടെ നിന്ന് താഴേക്ക് പോരാനും ശ്രമിച്ചു. ബിക്കോസ് ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തു. ദെൻ പിന്നെ നമുക്ക് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, ഒരു കോൾ പുട്ട് എന്ന് പറയുന്നത് 22,000-ലാണ്. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, ഒരു 22,000-ലേക്ക് നിഫ്റ്റി അങ്ങോട്ട് വന്നത്. അപ്പോൾ 22,000-ൽ വന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് കിട്ടി. ദെൻ അവിടെ വന്നാണ് ഏകദേശം ക്ലോസിംഗ് ഉണ്ടായത്. അപ്പോൾ അതാണ് ഓവറോൾ നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് നമുക്ക് പറയാനുള്ളത്. ഫ്ലാറ്റ് തന്നെയായിരുന്നു, നമ്മൾ പറഞ്ഞൊരു വിത്ത് പോസിറ്റീവ് ബയാസ് ആയിരുന്നു. ബട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് പോയത്. ബട്ട് ലാസ്റ്റ് ആണ് നമുക്ക് എന്തായത് ഒരു ഫാൾ ഉണ്ടായത്. ആൻഡ് ഈവൻ നമ്മൾ എപ്പോഴും പറയാറുള്ള നമ്മുടെ ഈ ഒരു സെൻട്രൽ പാത്തും ബ്രേക്ക് ചെയ്തിട്ടാണ് അവിടെ റീടെസ്റ്റ് നടത്തിയിട്ടാണ് താഴെ വന്നത്. ബട്ട് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഒരു കോൾ ആൻഡ് പുട്ട് നമ്മൾ പറഞ്ഞു, ഇവിടെ ഒരു കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് എങ്ങനെയാണ് നമുക്ക് FIDA ഡാറ്റയും കൂടി നോക്കിയിട്ട് നാളത്തേക്കുള്ള കാര്യങ്ങൾ നിഫ്റ്റിയുടെ ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒന്ന് ഹോൾഡ് ചെയ്തു. നെഗറ്റീവ് ബയാസിലാണെന്ന് മാത്രം. പോസിറ്റീവിലേക്ക് വന്നു. നമുക്ക് ഫസ്റ്റ് ഇനീഷ്യൽ ഒരു ഇന്നലത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ദെൻ അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് ശ്രമിച്ചു. ആൻഡ് ഓൾമോസ്റ്റ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ബട്ട് അവിടെ ഫാൾസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ദെൻ നേരെ ഡിമാൻഡ് സോണിലായിരുന്നു. പിന്നെ കംപ്ലീറ്റ് ഡിമാൻഡ് സോണിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്തു. ദെൻ പിന്നെയും അവിടെ നല്ലൊരു പുള്ളപ്പ് ഉണ്ടായിരുന്നു. ഈ പുള്ളപ്പിൽ നമ്മൾ നല്ല രീതിയിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യും എന്ന് വിചാരിച്ചതാണ്. ബട്ട് ഇവിടെ നമുക്ക് കാണാം ക്യാൻഡിൽസ് ഒക്കെ വളരെ വീക്കായത് തന്നെയാണ്. ഇവിടെയും മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത് വീക്ക് ക്യാൻഡിൽസ് ആയിരുന്നു. സെൽ ഓഫ് നല്ലൊരു ക്യാൻഡിൽസ് ഒന്നും അവിടെ ഫോം ചെയ്തിട്ടില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് പയ്യെ ഡ്രാസ്റ്റിക്കലി നമ്മൾ താഴേക്ക് വീണു. ആൻഡ് ഈവൻ ഫാസ്റ്റ് അല്ല, ഒരു സ്ലോ മൂവ്മെന്റിലാണ് താഴേക്ക് വന്നത്. ആൻഡ് ഡിമാൻഡ് സോണിലാണ് ബാങ്ക് നിഫ്റ്റിയും എൻഡ് അയക്കുന്നത്. കറക്റ്റ് 22,000 എന്ന സപ്പോർട്ടിലാണ് നിഫ്റ്റി എൻഡ് അയക്കുന്നത്. ആൻഡ് ഡിമാൻഡ് സോണിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഡിമാൻഡ് സോൺ. ആൻഡ് ഡിമാൻഡ് സോണിൽ വെച്ചാണ് ബാങ്ക് നിഫ്റ്റിയും എൻഡ് ആയത്. അപ്പോൾ അതാണ് ലെവൽസിന്റെ ഇമ്പോർട്ടൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇത് വരുന്നത്. ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റാവുന്ന സ്ട്രാറ്റജി, ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ബട്ട് എന്താ പറയാ, ഒരു ക്ലിയർ ഒരു ഡയറക്ഷൻ നമുക്ക് കൺഫേം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാഞ്ഞത്. ബിക്കോസ് നമുക്ക് ഇവിടെ ആദ്യം ഒരു ഫോൾ ഉണ്ടായി.
സി ഇവിടെ ആദ്യം ഒരു ഫോൾ ഉണ്ടായി, പിന്നെ ഒരു അപ്പ് ആയിരുന്നു, പിന്നെയും ഫോൾ ആയിരുന്നു. ഇനിയും ഇവിടെ ഏത് ലെവലിൽ നമുക്ക് കറക്റ്റ് ഒരു ലെവൽ ഫോം ചെയ്ത് വന്നില്ല. സോ അങ്ങനെ വരുന്ന ദിവസങ്ങളിലും മാക്സിമം അത് ചെയ്യാണ്ടിരിക്കൽ തന്നെയാണ് നല്ലത്. നമുക്ക് ഏത് ലെവലിലാണോ മാക്സിമം കൺസോൾട്ടേഷൻ വരുന്നത് ആ ലെവലിലായിരിക്കും നമുക്ക് എപ്പോഴും ചെയ്യാൻ മീൻസ് എക്സ്പയറി ഡേ സ്ട്രാറ്റജി, മിനിമം ലോസ് സ്ട്രാറ്റജി ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത്. കറക്റ്റ് ഒരു ലെവൽ ഫോളോ ചെയ്ത് മാത്രം. ഇത് സൈഡ് വേസ് മാർക്കറ്റ് തന്നെയാണ്, ബട്ട് ലെവൽസ് കൺഫ്യൂസ്ഡ് ആണ്. ബിക്കോസ് താഴേക്കും ഉണ്ടായി, മേളിലേക്കും ഉണ്ടായി, പിന്നെയും താഴേക്ക് ഉണ്ടായി, പിന്നെ അവിടുന്ന് സ്ലൈറ്റ്ലി മേളിലേക്ക് ഉണ്ടായി. സോ ഒരു കൺഫ്യൂസ്ഡ് ലെവലായിരുന്നു, എവിടെ വേണമെങ്കിലും എക്സ്പയറി സംഭവിക്കാം. സോ അതുകൊണ്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇന്നത്തെ ഇത് ഷെയർ ചെയ്തില്ല, കൺഫ്യൂസ്ഡ് ലെവൽ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ലെവൽ വന്നാലും നമ്മൾ മാറി നിൽക്കുക, അതാണ് കുറച്ചും കൂടി നല്ല ഐഡിയ എന്ന് പറയുന്നത്. സ്റ്റിൽ അതൊരു ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജി ആണെങ്കിലും. അപ്പോൾ അതാണ് നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ OA അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് നാളത്തെ ലെവൽസ് നോക്കാം. നിഫ്റ്റി ആൻഡ് രണ്ടിനെയും. ബാങ്ക് നിഫ്റ്റി നമുക്കിന്ന് എക്സ്പയറി കഴിഞ്ഞു. ബാങ്ക് നിഫ്റ്റിക്ക് ഇനി നമ്മൾ ലെവൽസ് നോക്കിയാലും മീൻസ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് കുറച്ച് ഹെൽപ്പായിരിക്കും എന്ന് മാത്രം. അപ്പോൾ നാളത്തെ ലെവൽസിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇതാണ്. നിഫ്റ്റിയാണ് എക്സ്പയറി. നിഫ്റ്റിക്ക് നമുക്ക് കറന്റ്ലി സപ്പോർട്ടൊക്കെ നല്ല വീക്കായിട്ട് നിൽക്കുന്നത്. ആൻഡ് 22,000 സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. സെയിം 22,100 സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. ബട്ട് അവിടെ കുറച്ച് ഒരു പുട്ട് കുറവാണ് എന്ന് മാത്രം. ഇവിടെ നമുക്ക് കോള് കുറച്ച് കൂടിയിട്ട് വന്നിട്ടുണ്ട്. എനിവേ 0.6 ആണ് PCR ഇൻഡിക്കേറ്റർ. കുറച്ച് വീക്ക്നെസ് അവിടെ നമുക്ക് ഫീൽ ചെയ്ത് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ നിന്നൊരു ഇത് വന്നാൽ നമുക്ക് ഷോർട്ട് കവറിംഗ് റാലി മാക്സിമം 22,200 പിടിക്കാനുള്ള ചാൻസ് ഇവിടെ നമുക്ക് 22,100 ബ്രേക്ക് ചെയ്താൽ ഒരു പോസിറ്റീവ് ലുക്കായിട്ട് തന്നെ നിഫ്റ്റി മാറും എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് 22,000 ഇപ്പോൾ സ്ട്രാഡിൽ നിൽക്കുന്നത്. സ്ട്രാഡിൽ വിത്ത് സപ്പോർട്ട് തന്നെയാണ്. അവിടെ കോള് ബിൽഡ് ചെയ്ത് വരുന്നത്. 22,000 ഇപ്പോൾ സ്ട്രാഡിൽ നിൽക്കുന്നത്. നമുക്ക് അവിടെ കാണാം കോൾ ആൻഡ് പുട്ട് ഈക്വലി ബിൽഡിങ് അവിടെ ഉണ്ട്. അപ്പോൾ കറന്റ് അത് തന്നെ നിൽക്കട്ടെ. വീക്ക്ലി PCR ഇതാണ്. ദെൻ ഇവിടെ നമുക്ക് കുറച്ച് കോൾ ബിൽഡിംഗ് ആയതുകൊണ്ട് 22,100 ഒരു ബ്രേക്കിംഗ് എങ്ങനെയാണ് എന്ന് നോക്കുക. 22,100 ബ്രേക്ക് ഇവിടെ സപ്പോർട്ട് ഇനീഷ്യലി കൂടി വന്നാൽ എന്തായാലും 22,000 22,200 പോകാനുള്ള ചാൻസസ് അധികമാണ് നിഫ്റ്റിക്കുള്ളത്. സോ അപ്പോൾ ആ രണ്ട് ലെവലും 22,000 ആൻഡ് 22,100 ലെവലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. താഴേക്ക് നമുക്ക് PCR മീൻസ് 0.6 ആയതുകൊണ്ട് കറന്റ്ലി നമുക്കിപ്പോൾ സപ്പോർട്ട് എന്ന് പറയാൻ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രൈക്കിലും ഒരേ ലെവലിലാണ്. അപ്പോൾ നമുക്ക് ഏത് ലെവൽ ഓഫ് സപ്പോർട്ട് എടുക്കും നാളത്തെ ഡേ ആൻഡ് ഇൻട്രാഡേ സോൺസ് വെച്ചിട്ട് നമുക്ക് ആ സപ്പോർട്ട് നാളെ നോക്കാം. ആൻഡ് നാളത്തെ ചാനലിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി എക്സ്പയറി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ കറന്റ്ലി നമുക്ക് 47 സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെയുണ്ട്. ആൻഡ് 47,100 ഉണ്ട്. സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു 46,500 സപ്പോർട്ട് കുറച്ച് കുറഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ കോളും കുറച്ച് കുറഞ്ഞ് തന്നെ വരുന്നത്. സെയിംലി ഈക്വലി ആണ് താഴേക്കും ഇവിടെ രണ്ട് ഈക്വലി ഡ്രോപ്പാണ് കാണുന്നത്. സോ അപ്പം അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ അനുസരിച്ചായിരിക്കും ബാങ്ക് നിഫ്റ്റിയും പോണത്. സോ എങ്ങനെ നിഫ്റ്റിനെ ഫോളോ ചെയ്യും എന്ന് തന്നെ വിചാരിക്കാം നാളത്തെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങളും. അപ്പോൾ 47,000 സ്ട്രാഡിലുള്ള. സ്റ്റിൽ 47,000 സ്ട്രാഡിൽ ഫോർമേഷൻ വരുന്നു. സപ്പോർട്ട് 46,500, റെസിസ്റ്റൻസ് 47,100 സ്റ്റിൽ അവിടെ സ്ട്രാഡിലുണ്ട്. സോ അപ്പം അങ്ങനെയൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ 47,100 പോയിന്റ് നമ്മൾ വെച്ചിട്ട് കാര്യമില്ല. എനിവേ ആ ഒരു രീതിയിലാണ് ബാങ്ക് നിഫ്റ്റി. മെയിൻ ആയിട്ട് സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. ബിക്കോസ് നാളെ മേളിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷ് ആവാനുള്ള ചാൻസസ് അധികമുണ്ട്. ഓക്കെ, അതാണ് FIDA ഡാറ്റ വെച്ചിട്ട് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇത് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് OA വെച്ചിട്ട് ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. സ്റ്റിൽ ഇവിടെ സമ്മറിയിൽ ഒരു ഇൻഡസ്ട്രീസ് തന്നെയാണ് കാണിക്കുന്നത്. എനിവേ നമുക്കൊന്ന് FIDA ഡാറ്റയുടെ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നോക്കാം. ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഡെയിലി ഫീച്ചേഴ്സിൽ നമുക്ക് ഇന്ന് നല്ലൊരു സെൽ ഓഫ് ഉണ്ടായിട്ടും നമുക്ക് ഒരു പോസിറ്റീവ് ലുക്കാണ് വരുന്നത്. പോസിറ്റീവായിട്ട് കോൾ ബിൽഡ് ആയതാണ് വരുന്നത്. കോൾ ബിൽഡിംഗ് വന്നാൽ പോസിറ്റീവാണ്, നല്ല രീതിയിലുള്ള പോസിറ്റീവാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് പുട്ട് അത്രയും പുട്ട് ബിൽഡിംഗ് ഉണ്ട്, ബട്ട് പുട്ടിനേക്കാളും നല്ല രീതിയിൽ കോളാണ് നമുക്ക് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ആൻഡ് സ്റ്റിൽ നമുക്ക് ഫ്യൂച്ചേഴ്സും ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ബിൽഡിംഗ് ആണ് വരുന്നത്. ആൻഡ് 7,000 ബിൽഡിംഗ് ഫ്യൂച്ചേഴ്സും ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിലാണ് നമുക്ക് ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഫീൽ ആകുന്നത്. ബിക്കോസ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ 35,000 ഒരു കോൾ ബിൽഡിംഗ്. ഇവിടെ നമുക്ക്
കോള് ഇന്നലെ നല്ല രീതിയിലുള്ള ഒരു സെൽ ഓഫ് ആയിരുന്നു കോളിൽ നിന്ന് കാണാൻ. നമുക്ക് കോൾ അവിടെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇന്നലെ പുട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറച്ചും കൂടി പുട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ മാക്സിമം നമുക്ക് എന്താ സെൽ ഓഫിൽ നിന്ന് കോളാണ് കുറച്ച് അധികമായിട്ട് വന്നേക്കുന്നത്. സോ ആ പോയിന്റ് ഒന്ന് നോക്കുക. അവിടെ നമുക്ക് മേ ബി ഒരു റിവേഴ്സ്, ബിക്കോസ് അറ്റ്ലീസ്റ്റ് ആ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് അധികമാണ്. ദെൻ ഇനി നമുക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും കൂടി നോക്കാം. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നോക്കുമ്പോൾ സ്റ്റിൽ നമുക്ക് എന്താ ഒരു ചെറിയ രീതിയിലുള്ള സെൽ ഓഫ് മീൻസ് സെൽ ഓഫിന്റെ ഇത് മീൻസ് ഇത് കുറഞ്ഞു വരുന്നുണ്ട്. സോ അവിടെ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു സെൽ ഓഫ് കുറഞ്ഞു വരുന്നതോറും സ്റ്റേബിൾ ആവാൻ നോക്കിയായിരുന്നു. സി അവിടെ നമുക്ക് മേളിലേക്ക് വന്നു. സ്റ്റിൽ പിന്നെ അവിടുന്ന് കൂടി വരുമ്പോഴാണ് ഒന്ന് താഴേക്ക് വന്നത്. സ്റ്റിൽ നമുക്ക് കുറഞ്ഞു വന്നു, മേളിലേക്ക് വന്നു. ഇന്നത്തെ ഫാള് മേ ബി നമ്മൾ പറഞ്ഞു ഇന്ന് നൈറ്റിൽ US ഒരു മീറ്റിംഗ് ഉണ്ട്, FOMC മിനിറ്റ്സ് ഉണ്ട്. സോ അതിന്റെ ഒരു മേ ബി ആ ഒരു ഇവന്റിന്റെ ഇതായിട്ടായിരിക്കും ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു സെൽ ഓഫ് എന്നുണ്ടായിരിക്കുന്നത്. സി അത് തന്നെ നമുക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും കാണാൻ കഴിയുന്നത്. അപ്പോൾ FISൽ കുറച്ചൊരു പോസിറ്റീവായിട്ടാണ് ലുക്ക് നമുക്ക് തരുന്നത്. ആൻഡ് ഇനി DIs നോക്കുമ്പോൾ പ്രോ വെച്ച് നോക്കുമ്പോൾ പ്രോ ചെറിയ രീതിയിലുള്ള ഒരു ബിയർ സെന്റിമെന്റ് ആണ് കാണുന്നത്. നെറ്റ് ബിയറിഷ് ആണ് പ്രോ കാണിക്കുന്നത്. നെറ്റിൽ എന്താ പറയാ കോളും പുട്ടും പുട്ട് നമുക്ക് നല്ല രീതിയിൽ ബിൽഡപ്പും കോള് ഒരു നല്ല അൺവൈൻഡിങ് അവിടെ നടന്നിട്ടുണ്ട്. ഇന്നലെ നമുക്ക് നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആയിരുന്നു പ്രോ തന്നത്. ബട്ട് ഇന്നൊരു കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് പിക്ചർ ആയതുകൊണ്ടാവാം പ്രോ നേരെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പ്രോ എന്ന് നിൽക്കുന്നത്. ആൻഡ് ഫ്യൂച്ചേഴ്സിലും ഇന്നലെ ചെറിയ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കുറച്ചും കൂടി അധികം ഫ്യൂച്ചേഴ്സ് ഒരു നല്ല രീതിയിൽ സെല്ലിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിലും സെയിം റിസൾട്ട് തന്നെയാണ്. ഇന്നലെ നമുക്ക് ഒരു എന്താ പറയാ രണ്ടും ഈക്വൽ ആയിരുന്നു, ഒരു കോളും പുട്ടും ഉണ്ടായി. ഇന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു വീക്കായിട്ടാണ് ഇൻഡെക്സ് ഓപ്ഷൻസ് വരുന്നത്. കോളും അൺവൈൻഡിങ് നടത്തിയിട്ട് പുട്ടിലേക്കാണ് മാക്സിമം പോയേക്കുന്നത്. ദെൻ ഇന്ന് ഫ്യൂച്ചേഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ബിൽഡ് ചെയ്തേക്കുന്നതും ലെസ് ആണ്, കുറഞ്ഞാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അവിടെയും കുറഞ്ഞു വന്നിട്ടുണ്ട്. എനിവേ പ്രോ നെഗറ്റീവിലേക്കും FIS ഒരു പോസിറ്റീവ് ലുക്കും ആണ് തരുന്നത്. FIS സ്ലൈറ്റ്ലി ഇൻ പോസിറ്റീവ് ആണ്. ബട്ട് പ്രോ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് ആയിട്ടാണ് പ്രോയുടെ ഒരു ഇത് കാണുന്നത്. ദെൻ ഇനി നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ നോക്കാം. ക്യാഷ് മാർക്കറ്റിൽ FIS ചെറിയ ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുള്ള 285 ആൻഡ് DIs -412 ഒരു ബിയർ സെന്റിമെന്റ് ആണ് കാണിക്കുന്നത്. സോ അപ്പോൾ അതാണ് നമുക്ക് ഓവറോൾ FIDA ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വൺ ഡേ അനാലിസിസ് വെച്ചൊന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു 4 hours വെച്ച് നോക്കാം. കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും. നമ്മൾ 4 hours ഇവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് നല്ലൊരു സെല്ലിംഗ് ആണ് കാണുന്നത്. ഇവിടെ നമുക്ക് വരുമ്പോൾ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സെല്ലിംഗ് ഇതായിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുന്നു വരുന്നു. ബട്ട് ഇവിടെ നമുക്ക് ലാസ്റ്റ് 4 hours 2 ക്യാൻഡിൽ വന്നേക്കുന്നത് ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നത്. ഇത് ഇതിൻ്റെ ആണ്, ബാങ്ക് നിഫ്റ്റി ആണ്. ഈ ഒരു കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിംഗ് മൂഡായിരുന്നു. ഇവിടെ വരുന്നു സെല്ലിംഗ് വരുന്നു, ഇവിടെ വരുന്നു സെല്ലിംഗ് വരുന്നു. ദെൻ ഇപ്പോഴാണ് നമുക്ക് ആ ബ്ലോക്കിൽ വന്നേക്കുന്നത്. ആൻഡ് വൺസ് ഈ ബ്ലോക്ക് ബ്രേക്ക് ആവണയാണ്, അതായത് 46 ബ്രേക്ക് ആവണമെങ്കിൽ നമുക്ക് എന്താണ് നമുക്കൊരു സെല്ലിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് വിചാരിക്കാം. ആൻഡ് അതല്ല, ഈ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ആണ് വരുന്നത് വിത്ത് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് പോകണമെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് നല്ല രീതിയിലുള്ള ബ്രേക്ക് ഔട്ടും പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന ഏരിയ ആണ് ഈ ഏരിയ. സോ അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ സെല്ലിംഗ് വന്ന 2 ഏരിയ ആണ് 46,500 ടു ഈ ലെവൽ 47,000 എന്ന ലെവൽ 47,200. സോ ഇവിടെ നിന്ന് നമുക്കുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. ആ ബ്രേക്ക് ഔട്ടിലായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് ഇനി വരാൻ പോകുന്നത്. സോ അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. നിഫ്റ്റിയിലാണെങ്കിൽ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് 2 തവണ ഒരു സെല്ലിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 2 തവണ സ്റ്റിൽ നിഫ്റ്റിയും ആ ഒരു ബോക്സിന്റെ അകത്തുണ്ട്. ഇവിടെ നമുക്കൊരു സെല്ലിംഗ് ഇവിടെ കാണാം. ദെൻ നിഫ്റ്റി ഹൈ വന്നു, ഇവിടെ ടച്ച് ചെയ്തു, സെല്ലിംഗ് വന്നു. പിന്നെയും നിഫ്റ്റി ഇപ്പോൾ ഈ ഒരു ബോക്സിലാണ്, കംപ്ലീറ്റ്ലി ഈ ഒരു ബോക്സിലാണ് നിൽക്കുന്നത്. ആ ബോക്സ് എന്ന് പറയുന്നത് 22,000 അല്ലെ, 22,000 ആൻഡ് 22,200 ആ ലെവലാണ്. ഇപ്പോൾ ഹോൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് വന്നേക്കുന്ന ലെവലാണ്. അപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ ഈ ബോക്സ് നമുക്ക് ഇനി ബ്രേക്ക് ആയാൽ നമുക്ക് നമുക്ക് നേരെ ഒരു മീൻസ് കുറച്ചും കൂടി നല്ലൊരു ഇത് കിട്ടും. ബിക്കോസ് നല്ലൊരു മൂവ്മെന്റ് മേളിലേക്ക് കിട്ടും. അറ്റ്ലീസ്റ്റ് 22,500 ലെവൽ വരെയും പോകാനുള്ള ചാൻസ് ഉണ്ട്. വൺസ് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട്
താഴേക്കാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെൽ ഓഫ് ഉണ്ടാവും. ആൻഡ് പിന്നെയും നമുക്ക് ചാനലിൻ്റെ ഒരു ലോ ആണ് പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ടുള്ളത്. സോ അപ്പോൾ അതാണ്. ആൻഡ് ഇവിടെ നിന്ന് നാളത്തെ നമുക്ക് പ്രൈസ് ആക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ പ്രൈസ് ആക്ഷനിൽ എങ്ങനെ വരും എന്ന് നോക്കാം. അതോടൊപ്പം നാളെ എക്സ്പയറി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, FIS പോസിറ്റീവും DIS നെഗറ്റീവും ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈക്വലി ഒരു ഫൈറ്റ് ഉണ്ടാവും ചാൻസ് ഉണ്ട്. മേ ബി നാളെ ഒരു വോളറ്റൈൽ എക്സ്പയറി കൂടി പ്രതീക്ഷിക്കാം എന്നാണ് തോന്നുന്നത്. സോ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ലെവൽസ് ഫോളോ ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. ലെവൽസ് ആണ് എപ്പോഴും പറയണ മാതിരി ഇമ്പോർട്ടൻറ്റ്. ലെവൽസ് ബിക്കോസ് രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊരു ഈക്വൽ പ്രഷർ വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വോളറ്റൈൽ ആവാനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ലെവൽ അറിഞ്ഞില്ല എങ്കിൽ ഫേക്ക് ഔട്ട്സും ചാൻസസ് കൂടുതലാവാനും ചാൻസ് കൂടുതലാണ്. സോ അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ട്രേഡിൽ കയറാൻ നോക്കുക. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനും നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.